ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് വീഡിയോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടവിട്ട ദിവസങ്ങളിൽ ഇങ്ങനെ ഇട്ട് വന്നതേനു. അതിൻ്റെ ഇടയിൽ ഇതാ വീണ്ടും ഒരാഴ്ചത്തെ ബ്രേക്ക് വന്നിട്ടുണ്ട്, വീഡിയോ ഒന്നും ഇടാണ്ട്. അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഫാമിലിയിൽ ചെറിയൊരു ഫംഗ്ഷനെല്ലാം ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റാണ്ടായത്. എന്നാൽ ഈ തിരക്കിൻ്റെ ഇടയിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇന്നെന്തായാലും ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷേ ആ അന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്യാത്ത വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കോഴിക്കോട് ലുലു മാളിൽ പോയ വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് ഇട്ടത്. അവിടെ പോയി വന്നതിൻ്റെ 2ാമത്തെ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ലുലു മാളിൽ പോയ സമയത്ത് ഇക്ക അവിടുന്ന് 2 പാക്കറ്റ് കുബൂസ് വാങ്ങിയത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ദിവസമായിട്ട് നമ്മൾ ആ കുബൂസ് കഴിച്ചിട്ടില്ല. ഇനി ഒരു ദിവസം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുബൂസ് എക്സ്പയർ ആവും. അപ്പോൾ ഇക്ക പറഞ്ഞ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുബൂസ് തന്നെ ഉണ്ടാക്കി കളയാം. അപ്പോൾ കുബൂസിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല, നമ്മൾ ഗൾഫിലുള്ള സമയത്ത് ഇങ്ങനെയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആംപ്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അത് എനിക്ക് ശരിയാവുമോയെന്ന് അറിയില്ല. എന്തായാലും ഇക്ക അത് ഉണ്ടാക്കുന്നുണ്ട്. ഓരത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കിയിട്ട് നമുക്കത് വേണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഈ കുബൂസ് ഫ്രിഡ്ജിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണോ കഴിക്കാമെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. എനിക്ക് വലിയ പ്രതീക്ഷയില്ലേനു, എന്നാലും അത് അപ്പുറം ഇപ്പുറം ഒന്ന് ആ ആംപ്ലേറ്റ് ഉണ്ടാക്കിയ തവയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട സമയത്ത് നല്ല സോഫ്റ്റായിട്ട് ഇതിങ്ങനെ അടർത്തി എടുക്കാനുള്ള പാകത്തിൽ വന്നിട്ടുണ്ട്. ചീസ് എന്തുകൊണ്ട് ചീസിനോളൂ. ഈ വീഡിയോ എടുക്കുന്ന ദിവസം രാവിലെ തന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇത് ഷീറ്റിൻ്റെ മേലെ വീഴുന്ന സൗണ്ടാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കേൾക്കുന്നത്. അത് മുഴുവൻ വെച്ചേ കഴിഞ്ഞില്ലേ? മുഴുവൻ നടക്കൊള്ളൂല്ലേ, പറയുന്നൊന്നുമില്ല. നമ്മളെ സാൻഡ്വിച്ച്, കുബൂസ് സാൻഡ്വിച്ച്, ആംപ്ലേറ്റ് സാൻഡ്വിച്ച് ബേക്ക്. അതങ്ങനെ നിങ്ങൾ മടക്കിയത് ഇങ്ങനെ തിന്നു. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ലല്ലോ. മടക്കുമ്പോൾ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. പറയണ്ടേ, അത് മടക്കുന്നില്ല പറയണ്ടേ, എല്ലാം കഴിഞ്ഞിട്ട് പോയി. അത് ഇങ്ങനെ മടക്കണേ. ഇങ്ങനെ മടക്കും, എന്നിട്ട് ഇങ്ങനെ മടക്കും. ഇത് കടലാസിൻ്റെ ജാസ്തിയാണ്. ഇതാണ് മുട്ട ആംപ്ലേറ്റ് സാൻഡ്വിച്ച്. വലിയ സാധനം തന്നെ. ഇതാണ് നമ്മളെ ഗൾഫിലുള്ള 75% ബാച്ചുലേഴ്സിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു മുട്ട എടുക്കുക, ആംപ്ലേറ്റ് ആക്കുക, കുബൂസ് ചുട്ടാ തിന്നോ. പിന്നെ രുചിയുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ നാട്ടിൽ വന്നാലേ കഴിക്കാൻ പറ്റും. മിക്കവാറും ബാച്ചുലേഴ്സ് കമ്പനി പണിയുന്ന ആൾക്കാരും മറ്റുള്ള രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഇതിനെ കൊണ്ടാണ് ഉച്ചവരെ ഒപ്പിക്കൽ. നല്ല ടേസ്റ്റാണ്. തൊണ്ടക്ക് കുടിക്കുമ്പോൾ ഉണ്ട് അത്രയും ഡ്രൈ അത് തിന്നുന്ന കാണും. എനിക്ക് തൊണ്ട കുടിക്കുന്നുണ്ട്, എനിക്ക് കൊതിയുണ്ട്. ആടാ തൊണ്ട കുടിക്കുന്ന കൊതി പിടിച്ചു കഴിഞ്ഞാല് വായിൽ വെള്ളം വരിക. ഇത് നിങ്ങൾ ഞാൻ വെള്ളം കൊണ്ടാ ചെന്ന് തന്നെ അതിനാ അത് മുളക് ഇക്ക കഴിച്ച പോലെ ഇതെന്തായാലും ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം ഞാനും ചിഞ്ചും തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ചാകുകയേ ഉള്ളൂ. കാരണം അത്രയും ഡ്രൈ ആയിട്ടാണ് ഇതുള്ളത്. ഞാനൊരു കഷ്ണം കടിച്ച് നോക്കിയേന്, എനിക്കത് തീരെ ഇഷ്ടമായിട്ടില്ല. എനിക്കിഷ്ടപ്പെടാത്തത് പിന്നെ ചിഞ്ചു കഴിക്കുമെന്ന് വിചാരിക്കുകയേ ചെയ്യണ്ട. പിന്നെ ഇന്നെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും ആക്കിയിട്ടുമില്ല, ഇതന്നെ കഴിക്കുകയും ചെയ്യണം. അപ്പോൾ അതിനൊന്ന് നല്ല രീതിയിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ ആംപ്ലേറ്റിൻ്റെ മേലെ കുറച്ച് ചീസും എല്ലാം ഇട്ട് കൊടുത്ത് തക്കാളിയെല്ലാം ഇട്ടിട്ട് അതൊന്ന് മെൽട്ടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുബൂസ് ഇതേപോലെ തന്നെ ചൂടാക്കിയിട്ട് ബട്ടറും പിന്നെ ടൊമാറ്റോ കച്ചപ്പെല്ലാം ഒഴിച്ചിട്ട് വെച്ചേരം നല്ല സോഫ്റ്റായി. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ഈ ആംപ്ലേറ്റ് ഇട്ടിട്ട് റോൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതിയേനും ഇക്കാക്ക്. പക്ഷേ ഈ ചീസെല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ചും കൂടി ആഡംബരം വരുമ്പോൾ മൂപ്പർക്കത് തീരെ ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ആയിരിക്കും അങ്ങനെ കഴിക്കലുണ്ടാകാൻ, നമ്മളറിയില്ലല്ലോ. അപ്പോൾ അതാണ് ഓർക്കിഷ്ടം. നമുക്കെന്തായാലും ഈ ഒരു സ്റ്റൈലിൽ കഴിച്ചു തരാം. എനിക്കും ചിഞ്ചുനും നല്ല ഇഷ്ടമായി.
നല്ല തൃപ്തിയായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരുപാട് കോണിൻ്റെ ഓർഡറുള്ള ദിവസേനു ഇന്ന്. ഇങ്ങനെ കുറേ കോണിൻ്റെ ഓർഡർ വരുന്ന ദിവസം കുറേ നേരം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെനക്കെട്ടിട്ട് ഇരുന്നിട്ട് ഇത് ചെയ്യണം. അന്നേരം പിന്നെ വീഡിയോ എടുക്കേണ്ട ടൈമൊന്നും കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഏകദേശം കോണെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ഇത് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ 1-2 മണിക്കൂറൊന്നുമല്ല, അതിൽ കൂടുതലായി നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കോൺ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ലാസ്റ്റ് ഇപ്പോൾ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. ഈ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ നല്ല ക്ഷീണമായി, നല്ല ദാഹമുണ്ട്. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കു ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കുടിക്കാനല്ല നോക്കുന്നത്, അതിനൊരു ഡെക്കറേഷൻ ചെയ്തിട്ടേ കൊടുക്കൂ എന്നുള്ള വാശിയിലാണ് ഞാൻ. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ സിറപ്പൊന്നും ഇല്ല. അപ്പോൾ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മെൽട്ടാക്കിയിട്ടാണ് ഈ ഒരു പണി എടുക്കുന്നത്. നല്ലോണം തിരക്കുള്ള ദിവസമെല്ലാം ചില സമയം ഞാനിങ്ങനെ കുസറാക്കുള്ളി തോണ്ടുന്ന പണിയെല്ലാം എടുത്ത് വെക്കും. അല്ലാണ്ട് പെട്ടെന്ന് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചാൽ തീരേണ്ട പണിയേ ഉള്ളൂ. പക്ഷെ എന്താ, ഷോപ്പിൽ നിന്ന് കൊടുക്കുന്ന അതേ സ്റ്റൈലിൽ ജ്യൂസ് കുടിക്കണം എന്നുള്ള വാശിയിലാണ് ഇപ്പോൾ. എന്നാലും ഒഴിച്ച് കഴിഞ്ഞാലും നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയ പോലെ തന്നെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ 4 ഗ്ലാസ് ജ്യൂസാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ 3.25 ഗ്ലാസ് ജ്യൂസേ കിട്ടിയിട്ടുള്ളൂ. ഒരു ഗ്ലാസ്സിൽ കുറച്ച് കുറഞ്ഞു പോയി. ഉണ്ടല്ലേ മൈലാഞ്ചി പാക്കിംഗ് എല്ലാം കഴിഞ്ഞതിനോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ എടുക്കലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒട്ടും നേരം കിട്ടിയിട്ടില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ചോറിനുള്ള വെള്ളമെല്ലാം വെച്ചിട്ട് അരിയെല്ലാം കഴുകി കൊണ്ടുവന്നിട്ട് ഇടുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ഉമ്മാമാനെ ഓർമ്മ വന്നത്. ഇങ്ങനെ വാരി ഇടാൻ വേണ്ടി പോകുമ്പോൾ ഇത് ഓർമ്മ വന്നു. ഉമ്മാമ പണ്ട് ഇങ്ങനെയാണ് നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചത്. പണ്ട് കല്ലൊന്നല്ലല്ലോ, ഒരുപാടുള്ള അരിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ കല്ലും മണ്ണും എല്ലാം അടിയിൽ പോകുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പ്രാവശ്യം ഞാനൊരു പൂതിക്ക് ഇങ്ങനെ ഇട്ട് നോക്കി. പിന്നെ വിചാരിച്ചു ഇത് എളുപ്പമൊന്നും കഴിയൂല, ഇങ്ങനെ വാരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ, അതാണല്ലോ ഇപ്പോഴത്തെ സ്റ്റൈല്. അപ്പോൾ അതേപോലെ തന്നെ വേഗം വാരിയിട്ട് ആ ഒരു പണി അങ്ങ് കഴിച്ച്. പിന്നെ നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിക്കുക. അപ്പോൾ പാകത്തിനുള്ള കുറച്ചൊരു ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പുറത്തെ മഞ്ജുവിനോട് ചോദിച്ചിട്ട് വാങ്ങിയതാണ്, കർമൂസ. എല്ലാവരും ഇതിനെന്താ പറയാന്നറിയില്ല, നമ്മളിതിനെ കർമൂസ എന്നാണ് പറയുക. പപ്പായ എന്നും പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ചള്ളാണ്. ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാൽ ഉറ്റുന്നുണ്ട് ഇതിന്ന്. അപ്പോൾ ഇതിനെ വറുക്കാൻ വേണ്ടിയിട്ടാണ്, ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് വറുക്കാനാണ് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഈ വലിയതാണെങ്കിൽ നേരെ നടുക കട്ട് ചെയ്തിട്ട് തേങ്ങ ചിരകും പോലെ ചിരകി എടുത്തിട്ടും ഇതിനെ വറുത്തെടുത്താൽ നല്ല രസമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറുത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ വറുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ചള്ള് കർമൂസ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാല് തട്ടിക്കഴിഞ്ഞാൽ ചില സമയം കൈ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു പേടിയിലാണ് ഞാനിതിപ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇല്ല, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ ചൊറിച്ചിലൊന്നും വന്നിട്ടില്ല. അപ്പം നല്ലോണം നൈസായിട്ടാണ് ഞാനിത് അരിയുന്നത്. അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം മുഴുവനും ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം കഴുകിയതിന് ശേഷമാണ് ഒരു പാത്രത്തിലിട്ട് വെള്ളവും ഉപ്പും മഞ്ഞളും ഇട്ടിട്ടാണ് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂണിൻ്റെ അടുത്തേ വേണ്ടു. പക്ഷേ ഇത് ഞാൻ കഴുകുന്ന സമയത്ത് കുറച്ചധികം പാത്രത്തിലേക്ക് വീണു പോയതുകൊണ്ട് തന്നെ പിന്നെ വെള്ളം നനഞ്ഞത് പിന്നെ അങ്ങോട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ മുഴുവൻ എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുങ്ങനെ അരിഞ്ഞിട്ടുള്ള ഒരു ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കർമൂസ് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. പിന്നെ ഉള്ളിലേക്കും കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് വേവിച്ച് വെച്ച കർമൂസും പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർമൂസ വറവ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വറവ് കഴിക്കുന്ന സമയത്ത് വല്ലാണ്ട് പരിപ്പ് കടിക്കുന്നതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. സൂപ്പറുണ്ട്, സൂപ്പർ. ഗുഡ് ഗുഡ്. ഇപ്പം
സൂപ്പർ. ആ സൂപ്പർ. സൂപ്പർ ഉണ്ട് സൂപ്പർ. മതി 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 മതിയാ. കൈ കൊടുത്തോ, കണ്ണിലായിട്ടുണ്ടെങ്കിൽ കഴിയും. ദയവ് തിന്നു തിന്നു ദയവ് തിന്നു അപ്പം കൊണ്ടത് അങ്ങനെ കുറച്ചും തിന്നു. സൂപ്പർ ഉണ്ടാ. ഇങ്ങോട്ട് തിന്നോ അപ്പം കൈ വയ്ക്കുന്നു. ഉപ്പാപ്പാക്ക് ഇത്ര ക്ഷമ ഉണ്ട് അല്ലേ? ഉപ്പാപ്പാക്ക് ഇത്ര ക്ഷമ ഉണ്ട്. ബട്ടായി ഉപ്പാപ്പക്ക് ബട്ടായി പിന്നെ മടിയിൽ എന്തല്ലോ കളിക്കുന്ന ഉപ്പാപ്പയാ. എൻ്റെ അടുത്തൊന്ന് ചോറ് വാങ്ങിട്ട് തിന്നല്ലേ? തിന്നെ ഡബ്ബു തിന്നെ ഡബ്ബു തിന്നെ ഡബ്ബു അതവിന്റെ വേണ്ട നിന്റെ ചോറല്ലേ എനിക്കതിന് നിന്റെ എൻ്റെ അല്ല. അത് മേത്തല്ല വരച്ചു തിന്ന് നീ തിന്ന് ഡബുട്ടിനെ ഡബുട്ടിനെ പപ്പ കേട്ടാ വേണ്ട 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 ഇറങ്ങുന്നില്ല. ഉപ്പാപ്പ ചോറ് നട്ടെ, ഉപ്പാപ്പ ചോറ് നട്ടെ. എന്താ പോ എനിക്കെന്നാ പറ്റിയേ? ഉപ്പാപ്പന്റെ തല ഉമ്മാമന്റെ മാപ്പിള ഏതല്ലേ? ബബുവിൻ്റെതാ ഏത്? ബബുവിന്റെ മാപ്പിള ഇല്ല. ഗ്ലാസ് ഇപ്പം വിളിക്കും, ഗ്ലാസ് ഇപ്പം വിളിക്കും. വേണ്ട പപ്പ പിന്നെ കുടിച്ചോളൂ. വേണ്ട 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 കുടിച്ചൂടില്ലേ? അതിന് വേണ്ട, ഇത് നോയി എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. തെങ്ങ് കൈ പോയിട്ട് കൈ കൊടുത്ത കൈ 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 മമ്മോ നോക്കുന്നില്ല. പിന്നെയും 2-3 ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ കൃത്യം 10 ദിവസമായി ഇന്ന് മമ്മൂസ് വന്നിട്ട് ഇന്നോ തിരിച്ചു പോകുന്ന ലീവ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം 2-3 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് ഇത്ര നേരം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇനി പുതിയ നല്ല വീഡിയോസായിട്ട്, നല്ല വിശേഷങ്ങളായിട്ട്, നല്ല നല്ല റെസിപ്പികളായിട്ട് വീണ്ടും വരുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്